ചെണ്ടുമല്ലിയുടെ കട്ട് ചെയ്ത തലഭാഗം ആരും കളയണ്ടേ, ഇതും കൊണ്ടും നമുക്കൊരു ആവശ്യമുണ്ട് കേട്ടോ. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാവേ. ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ ഓണത്തിന് പൂവിടാൻ വേണ്ടിയിട്ടുള്ള ചെണ്ടുമല്ലി തൈയൊക്കെ മേടിച്ചുകൊണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത നേഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്. ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട തൈയാണ്. അപ്പം ഒന്ന് ഓറഞ്ചും ഒന്ന് മഞ്ഞയാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നടാനുള്ള മണ്ണൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നട്ടു കൊടുക്കാവേ. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ പല ഭാഗങ്ങളായിട്ട് ഓരോ തവണയും എടുത്തു വെച്ചാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചെടി നടുന്നതും അതുപോലെ പിന്നീടുള്ള അതിൻ്റെ വളപ്രയോഗവും പിന്നെ നമ്മൾ ഇതിന് പ്രത്യേകം ചെയ്തു കൊടുക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ തൈ നടാനുള്ള കുഴികളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അതിലേക്ക് ഇടേണ്ട വളം എന്താണെന്ന് ഞാൻ കുറച്ച് ചാണകപ്പൊടിയും പിന്നെ അതിൽ കുറച്ച് അയറും കൂടെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ നമ്മുടെ ചെടി നടുന്നതിന് മുമ്പ് നമ്മുടെ കുഴിയിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വളം നമുക്ക് എല്ലാ കുഴിയിലും നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്കിപ്പോൾ കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്താൽ അത് നല്ല മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ അതൊക്കെ വേസ്റ്റായി പോകും. അതുകൊണ്ട് നമ്മൾ കുറേശ്ശായിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതിയേ. പിന്നെ നമുക്കുണ്ടല്ലോ നമ്മുടെ ചെടി വേറെ ഒന്നും കളയാതെ പറിച്ചെടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമുക്കൊന്ന് നട്ടു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ചെടിയുടെ തണ്ടിന് ഇത്തിരി കട്ടിയൊക്കെ കുറവായതുകൊണ്ടല്ലോ ഞാൻ ഇത്തിരി താത്തി നട്ടു കൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ ശക്തിയായിട്ട് വെള്ളം വീഴുകയോ അതുപോലെ കാറ്റൊക്കെ വന്നാൽ പെട്ടെന്ന് ഒടിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ ഇത്തിരി നല്ല രീതിയിൽ മണ്ണിലൊന്ന് താഴ്ത്തിയാണ് നട്ടു കൊടുത്തത്. അപ്പോൾ അതെല്ലാ കുഴിയിലും നമ്മുടെ ചെടി ഒന്ന് നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ അപ്പോൾ നമ്മുടെ ചെണ്ടുമല്ലി നട്ടിട്ട് ഏകദേശം 10 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് കുറച്ച് വളവും അതുപോലെ നമ്മൾ ഇതിന് കുറച്ച് കാര്യങ്ങളും ചെയ്തു കൊടുക്കാനുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടിയെ. അപ്പം നമുക്കിത് എന്താണെന്ന് നോക്കാവേ. അങ്ങനെ നമ്മുടെ ചെടിയുടെ വളർച്ച ഏകദേശം ഇത്രയായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് കുറച്ച് വളവും കൊടുക്കണം. അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ ചെടിയുടെ താഴ്ഭാഗത്ത് നിന്ന് ഒരു 3 ഇല വെച്ചതിന് ശേഷം അടിഭാഗത്തു നിന്ന് ഒരു 3 ഇല വെച്ചതിന് ശേഷം ബാക്കി മുകൾ ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ചെടിയുടെ അടിഭാഗം മുതൽ തന്നെ നല്ല രീതിയിൽ കമ്പുകളൊക്കെ പൊട്ടിക്കിളിർക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെയാണെങ്കിൽ ആ ചെടി ഒരേ കമ്പിൽ തന്നെ അങ്ങ് വളർന്നു പോകും. ഇതുപോലെ തലഭാഗം കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ നമുക്ക് ഒരുപാട് കമ്പുകൾ ചുവട്ടിൽ നിന്ന് തന്നെ പൊട്ടിക്കിളിർത്ത് വരും കേട്ടോ. അപ്പോൾ അതിലെല്ലാം പൂവ് ഉണ്ടാവുക. നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗം കളയരുത്. അതുകൊണ്ട് നമുക്കൊരു അടിപൊളി തൈ ഉണ്ടാക്കാം കേട്ടോ. അതും എന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ചെടികളുടെ എല്ലാത്തിൻ്റെ മുകൾ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ്. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ വിഷമമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇത്രയും വളർന്നു കഴിഞ്ഞിട്ട് നമുക്കൊരു തലഭാഗം കട്ട് ചെയ്യുക പറഞ്ഞാൽ വളരെ വിഷമാണ്. എന്നാലും നമുക്ക് ചെയ്തല്ലേ പറ്റൂ. പിന്നെ നമ്മൾ ഇതിൻ്റെ വേരൊക്കെ മണ്ണിന് മുകളിലായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ മണ്ണൊന്നും ഇളക്കാതെ തന്നെ വേരിൻ്റെ മുകളിൽ കുറച്ച് ചാണകപ്പൊടിയും പിന്നെ കുറച്ച് ചാരവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ജൈവവളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ ചെടികളൊക്കെ നടുമ്പം ചിലരൊക്കെ രാസവളങ്ങളൊക്കെ ഇടാറുണ്ട്. ഞാൻ ജൈവവളം തന്നെയാണ് ഇടുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെടികളുടെ ആവശ്യമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ ഞാൻ ഇവിടെ കുറച്ച് പച്ചക്കറികൾ നടും കേട്ടോ. അപ്പോൾ അവിടെ രാസവളം അങ്ങനെ ഉപയോഗിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ജൈവവളം തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ മുകൾ ഭാഗം കട്ടും ചെയ്തു വളങ്ങളും ഒക്കെ ഇട്ട് കൊടുത്ത് ഏകദേശം ഒരു 2 ആഴ്ച ആയപ്പോഴത്തേക്കും നമ്മുടെ ചെടി ഇത് കണ്ടോ ഇതുപോലെ ചുവട്ടിൽ നിന്ന് തന്നെ കമ്പുകളൊക്കെ കിളിർത്ത് ഈ രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനൊരു മുന്നേ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വളങ്ങൾ ഇടുന്നതും അതുപോലെ തന്നെ കട്ട് ചെയ്തതൊക്കെ ആയിട്ട് ചെറിയൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് സംശയമൊക്കെ ഉണ്ടായിരുന്നു ഇത് കമ്പുകൾ ഉണ്ടാവുമെന്നും ഇതിൻ്റെ തൈ അതായത് ഇതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് നമുക്ക് തൈകൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്ത രീതിയിലൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമ്മുടെ തൈകൾ കട്ട് ചെയ്ത ഭാഗങ്ങളെല്ലാം നല്ലതുപോലെ കമ്പുകളൊക്കെ കിടർത്തു. ഈ ഒരെണ്ണം ഞാൻ കട്ട് ചെയ്തായത് മാറ്റി നിർത്തിയതാണ് കേട്ടോ. ഇത് അതുപോലെ തന്നെ ആ ഒരൊറ്റ തയ്യൽ തന്നെ ഇങ്ങനെ നിൽക്കുവാണ്. അതിന് വേറെ കമ്പുകളൊന്നും ഉണ്ടായിട്ടുമില്ല. എന്താ നമ്മൾ തലഭാഗം കട്ട് ചെയ്തിട്ട് ഞാൻ ഇതുപോലൊരു ബക്കറ്റിൽ അതുപോലെ കുറച്ച് ബോക്സിലൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം നല്ലതുപോലെ തന്നെ വേര് പിടിച്ച് നല്ലതുപോലെ കിളിർത്തും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് സംശയം കാണും ഇതിന് വേര് പിടിച്ചിട്ടുണ്ടോ ഉള്ളത്. അപ്പം ഞാനിത് ഒരെണ്ണം ഞാനൊന്ന് പിഴുതെടുത്ത് കാണിച്ചു തരാം. എന്താണെന്ന് വെച്ചാൽ ഇതിന് വേരുണ്ടോ വേര് പിടിച്ചിട്ടുണ്ടോ ഇത് നന്നാവോ എന്നുള്ളത്. അപ്പോൾ ഇതും എന്താ പറയണ്ടേ വളർന്നതിൻ്റെ തലഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു വേര് പിടിച്ചതിന് പിഴുതെടുത്തു എന്നൊക്കെ കമൻറ്റ് വരും. എന്നാലും നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവുമല്ലോ, അതൊന്ന് മാറ്റിത്തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ നല്ലതുപോലെ നല്ല രീതിയിൽ നമ്മുടെ തലഭാഗം വേര് പിടിച്ച് ഇതുപോലൊരു തൈയായി മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളൊക്കെ ഇതുപോലെ ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നമുക്കൊരു തൈയിൽ നിന്നും ഇതുപോലെ വേറൊരു തൈ ഉണ്ടാക്കാം. നിറച്ച് പൂവ് ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ.